ഇന്ന് കുരിശിൻ്റെ 4-ാം സ്ഥലം കുരിശിൻ്റെ വഴിയിലെ ഒരു ആശ്വാസത്തിൻ്റെ കതിരാണ്. വേദനകളുടെ നടുവിലെ സ്നേഹമാണ്. മരുഭൂമിയിലെ ഒരു മരുപ്പച്ച പോലെയാണത്. ഇവിടെ അതിരുകളില്ലാത്ത ദുഃഖത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങിയ 2 ഹൃദയങ്ങളുടെ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആഴക്കടലുകളെ ദ്യോതിപ്പിക്കുന്ന 4 നീല നയനങ്ങളുടെ സംഗമമാണ്. അവിടെ ശാരീരിക പീഡകൾ, വേദനകളെല്ലാം മറക്കുന്ന പുത്രൻ തൻ്റെ അമ്മയുടെ ഹൃദയഭേദകമായ ആന്തരിക ദുഃഖം പങ്കിടുകയാണ്. ആ മകൻ അമ്മയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, വേദനകളും മുറിവുകളും ഒന്നും അത്ര കാര്യമാക്കാനില്ല. പക്ഷേ എല്ലാം അറിയുന്ന ആ അമ്മ, എല്ലാം അവൻ്റെ ജനനം മുതൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്ന ആ അമ്മയുടെ ഈ സന്ദർശനം ഒരുപക്ഷെ 2 പേർക്കും കൂടുതൽ ദുഃഖങ്ങളെ നൽകിയുള്ളൂ. എങ്കിലും ആ മകനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുത്തൻ ഉണർവായിരുന്നു, ഒരു ബൂസ്റ്ററായിരുന്നു. കുരിശിൻ്റെ തൻ്റെ ബാക്കിയുള്ള വഴിയിലേക്ക് നടന്നു നീങ്ങുവാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നതായിരുന്നു. ആ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അവൾ 33 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. അവിടെ ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ ചെന്ന സംഭവം പരിശുദ്ധനായ സിമയോൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രചോദിതനായി പ്രവചിക്കുകയായിരുന്നു ഈ കൂടിക്കാഴ്ച. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും. ലൂക്ക 2:35. ശരിയല്ലേ? സുപുത്രൻ്റെ രക്തത്താൽ കുളിച്ചു നിൽക്കുന്ന ശരീരം, രക്തം വാർന്നൊഴുകുന്ന മുൾമുടി ചൂടിയ ശിരസ്, ശരീരമാസകലം രക്തം വാർന്നൊഴുകുന്ന മുറിവുകൾ, അവനേക്കാൾ വലിയ ഭാരമുള്ള കുരിശ് തോളിൽ ചുമന്ന് അവൻ നിൽക്കുന്നു. ഏതൊരമ്മയാണ് ഹൃദയം നുറുങ്ങി അവിടെ തീരാത്തത്? എന്നാൽ പരിശുദ്ധ അമ്മ, എല്ലാം അറിയുന്നവൾ, എല്ലാം മനസ്സിലാക്കിയവൾ, ദൈവിക പദ്ധതിയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ തൻ്റെ പുത്രസ്ഥാനവും അറിയുന്നവൾ, അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയായിരുന്നു. മകൻ്റെ പദ്ധതികൾ അറിയുന്നവളല്ലേ ആ അമ്മ? കാനായിലെ കല്യാണ വീട്ടിൽ ആ അമ്മയല്ലായിരുന്നു എൻ്റെ സമയമായിട്ടില്ല എന്ന് പുത്രൻ പറഞ്ഞിട്ടും സമയമായി എന്ന് മനസ്സിലാക്കിയ ആ അമ്മയല്ലേ പരിചാരകരോട് പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ? യോഹന്നാൻ 2:5. എന്നാൽ ഇവിടെ തനിക്ക് പുത്രനെ സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നൊരു ദുഃഖം ആ അമ്മയ്ക്കുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ പുത്രനെ പോലെ അവളും പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം കീഴടങ്ങുകയായിരുന്നു. ഈശോ പറഞ്ഞ ആ പാനപാത്രം, സഹനം, അത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് എന്ന് മനസ്സിലാക്കി അവളും സഹകരിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഇന്ന് ആ അമ്മയുടെ മധ്യസ്ഥത നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദൈവരക്ഷിതാവേ, സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങയുടെ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന്. എന്താണ് ആ മാതൃക? ഒന്നാമതായി നിശബ്ദതയാണ്. അവൾ ആർത്തലച്ച് അവിടെ ഒരു സീനമുണ്ടാക്കുന്നില്ല. രണ്ടാമതായി സംയമനമാണ്. ഇതിലും വലിയ ദുഃഖാവസ്ഥ ഇനി അവൾക്ക് നേരിടാനില്ല. എങ്കിലും അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം അവളെ ആത്മസംയമനം പാലിപ്പിക്കുകയായിരുന്നു. വീണ്ടും അത് ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വവും സമർപ്പണവുമാണ്. അതുകൊണ്ട് ഇന്ന് ആ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്, ഏത് ദുഃഖത്തിൻ്റെ, പ്രശ്നങ്ങളുടെ, അടിച്ചമർത്തലിൻ്റെ, പുറന്തള്ളലിൻ്റെ, തിരസ്കരണത്തിൻ്റെ, തെറ്റിദ്ധാരണയുടെയൊക്കെ അവസ്ഥകളിലും സംയമനം പാലിച്ച് ദൈവഹിതത്തിന് കീഴ്വഴങ്ങാൻ നാം പഠിക്കണമെന്നാണ്. രണ്ടാമതായി, ദുഃഖിക്കുന്നവർക്ക് നമ്മുടെ സാമീപ്യം, ആശ്വാസം നൽകുന്ന വാക്കുകളൊക്കെ നൽകാൻ നാം തയ്യാറാണോ എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സഹാനുഭൂതിയോടെ അവരോട് വർത്തിക്കാൻ, ഒപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കാനൊക്കെ നമുക്ക് കഴിയണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.